ഇവിടെ പാട്ട് വെച്ച് സന്തോഷിച്ചിട്ട് കൊച്ചിലെ മുതൽ ഞാനും എന്റെ അനുഭവത്തിൽ വീടുകളെ കാണുന്ന സ്നേഹം മാത്രമേ എന്റെ മേലെ മുഴുവനും കൂടുതലും കണ്ടേക്കാം. ആർജെ ബിൻസിയുടെ അനിയത്തി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കരഞ്ഞുകൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് അത് കണ്ടു എന്നറിയില്ല. കാരണം പോസ്റ്റ് ചെയ്ത അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ആക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ആ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അതിനു മുമ്പ് ആർജെ ബിൻസിയുടെ അനിയത്തി അറിയാത്തവർക്ക് വേണ്ടി ബിൻസിയും അനിയത്തിയും ഒരുമിച്ചുള്ള 1-2 വീഡിയോകൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഞങ്ങൾ മരിയുടെ കോളേജിലോട്ടാണ് പോണത്. അവിടെ ചെല്ലുമ്പോ എന്തായാലും കിട്ടും. കാരണം 10 മണിക്ക് പോകേണ്ട കോളേജിൽ 12 ആയി. എന്നാലും പോയിട്ട് വരാം. സ്മൂത്തായിട്ട് എടുത്തല്ലോ. ചാച്ചനും അമ്മ വീട്ടിലാത്തപ്പോ സ്വാഭാവികമായിട്ട് നമ്മള് കുട്ടികളെ കുരുത്തക്കേട് കാണിക്കുമല്ലോ. അങ്ങനെ കുരുത്തക്കേട് കാണിക്കാനായിട്ട് ഞാനും മരിയും കൂടെ കറിവെടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിലും ഈ ഈടായിട്ട് കുറച്ച് കുരുത്തക്കേട് കൂടുന്നുണ്ട്. മരിയുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അനിയത്തെ ഇടിച്ച് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് നമ്മുടെ ബിൻസി. ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അതിനു മുമ്പ് ഇതൊന്ന് മുഴുവനാക്കട്ടെ. നമ്മുടെ ആലപ്പുഴയിലെ ഈ കാണുന്ന SD കോളേജിലാണ് മരിയ പഠിക്കുന്നത്. അത് മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഇവർ ഫെയർവെൽ ആണ്. അത് കാരണം അതിന്റെ ഡാൻസ് പ്രാക്ടീസിലാണ് എന്റെ അടുത്ത് കൊണ്ടാക്കാൻ മരിയ പറയുന്നത്. ഓഹോ, ഡാൻസ് പ്രാക്ടീസിനാണോ കോളേജിൽ പോകുന്നത്? 10 മണിക്കാണ് കോളേജ്. ഇപ്പൊ സമയം 12 മണിയായി. ഇനി കോളേജിൽ ചെന്നാൽ പണി കിട്ടുമെന്നൊക്കെ നേരത്തെ തട്ടി വിടുന്നത് കേട്ടിരുന്നല്ലോ. എന്തോ ബാക്കി ഉണ്ടോക്കെ എന്തായാലും. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആക്കാനൊന്നും പോകത്തില്ലായിരുന്നേ. പക്ഷെ വീട്ടിലാരും ഇല്ല. അത് കാരണം എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കണം. നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ വീട്ടിൽ അച്ഛനും അമ്മ ഇല്ലെങ്കിൽ ചേച്ചി അനിയത്തിക്കായിട്ട് കാണിക്കുന്ന കുരുത്തക്കേടുകൾ കാണില്ലേ? അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ അനിയത്തിയെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യുന്നതാണ് ഇത്ര വലിയ കുരുത്തക്കേട്? എന്തോന്നടേ ഇതൊക്കെ. പക്ഷെ ബിൻസിയുടെ ശരിക്കുമുള്ള കുരുത്തക്കേട് ഇതൊന്നല്ലേ കേട്ടോ. അതൊക്കെ വഴിയേ വരും. അങ്ങനെ എന്നെ കുറെ നേരം പോസ്റ്റ് ആക്കിയതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് മരി എനിക്ക് മാംഗോ മൽബയൊക്കെ വാങ്ങി തന്നു കേട്ടോ. എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോകുന്ന വഴിക്ക് തോട്ടുവക്കത്ത് വണ്ടിയൊക്കെ നിർത്തി കുറെ നേരം ഇരുന്ന് കത്തിയൊക്കെ വെച്ച കേട്ടോ. എന്തായാലും ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ബൈ. എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ചേച്ചിയും അനിയത്തിയും എന്തൊരു സ്നേഹം അല്ലേ, എന്തൊരു ഒരുമ. ഇത്രയും സ്നേഹനിധികളായിട്ടുള്ള സിബ്ലിങ്സിനെ വേറെ എവിടെ കിട്ടും അല്ലേ? പക്ഷെ ഇതെല്ലാം റീൽ എടുക്കാൻ വേണ്ടിയുള്ള ബിൻസിയുടെ വെറും അഭിനയം മാത്രമാണെന്നാണ് അനിയത്തി പറയുന്നത്. റീൽസിൽ ഇവർ കാണിക്കുന്ന സ്നേഹം കാണണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പഴയ 1-2 വീഡിയോകളും കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം. അതിനുശേഷം ബിൻസിയുടെ അനിയത്തിയായിട്ടുള്ള മരിയക്ക് പറയാനുള്ളത് എന്താന്നുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ബിൻസിയും മറിയും കൂടി ഒരു ബൈക്ക് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഇവർ ബൈക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മറിയ ബൈക്കിൽ നിന്ന് വീഴാൻ പോകുന്നുണ്ട്. അത് ഇവര് റീലാക്കി ബിൻസിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ 7 മില്യൺ വ്യൂസും പോയി കേട്ടോ. നമുക്ക് ആദ്യം ഈ വീഡിയോ അങ്ങ് കയറി കൊളുത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 മില്യൺ വ്യൂസ് പോയി. ഇതിന് പിന്നാലെ ഇവര് ഭയങ്കര കോമഡി പോലെ 1-2 റീലുകളും എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അങ്ങോട്ട് കണ്ടോക്കാം. ചേട്ടാ, ഇന്നലെ ഒരു വീഡിയോ വൈറലായില്ലേ? ആ പുള്ളിയുടെ വീട് ഇതാണോ? അല്ല, രാത്രി ഇട്ട വീഡിയോ ആണോ? ഇന്നലെ ഇട്ട വീഡിയോ അത് വൈറലായ 1 മില്യൺ അടിച്ചു. 1 മില്യനാ? ആ ഞാനാണത്. അത് ചേട്ടാ. അതെ ഇത് ഗായ്സ്, ഞാൻ ഏറിക്കറിന്റെ സെലിബ്രേഷൻ ആണ് ഇവിടെ. കണ്ടോ, ഏറിക്കറ തനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരാവേ. അമ്മ വാ. കേറി 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 മരിയെ കുറിച്ച് കേറി 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 അവിടെ ഇവിടെ എല്ലാം കേറി, അവിടെ ഇവിടെ എല്ലാം കേറി, ബൈക്ക് ഓടിച്ചപ്പോ ഏറി കേറി കേറി കേറി. ഞങ്ങൾ ആഘോഷിക്കുകയാണ്, ഞങ്ങൾ എൻജോയ് ചെയ്യാണ്. ഇവൾക്ക് ഇങ്ങനെ തന്നെ വേണം. കാരണം ഏറി കയറി ചാച്ചനെ അമ്മേനെ എന്നെയൊക്കെ കളിയാക്കിയ ആളല്ലേ അമ്മ. പക്ഷെ എനിക്ക് ലൈസൻസ് ഉണ്ട് വിത്ത് ഗിയർ. ഓൺലൈൻ വീഡിയോസ് മുമ്പ് വരത്തില്ലായിരുന്നു. കാരണം ഞാൻ ഏറി കയറും, ഞാൻ നിങ്ങളുടെ കൂടെ ഏറി കയറാൻ വരത്തില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ ഒറ്റ ബൈക്ക് ഓടിക്കൽ വീഡിയോ ഒറ്റയ്ക്ക് ഏറി കയറിയാക്കി. കണ്ടല്ലോ, ഇതൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചേച്ചിയെ കിട്ടിയിരുന്നെങ്കിൽ ലൈഫ് അടിപൊളി ആയേനെ എന്ന് ചിന്തിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും. പക്ഷെ റിയാലിറ്റി അതാണോ? അല്ല. റിയാലിറ്റി എന്താണെന്നുള്ളത് പറയും. നമുക്ക് കേട്ടോക്കാം. വീഡിയോ കണ്ടു മാത്രം എന്റെ ഉപദ്രവിച്ചു. എന്റെ പേര് എന്നിട്ട് അഴും കാണിച്ച് പറിച്ചിട്ട് എന്നെ ഹോസ്പിറ്റലിൽ പോലെ കാണിക്കൊണ്ടുപോയില്ല. ഇവിടെ പാട്ട് വെച്ച് സന്തോഷിച്ചിട്ട് കൊച്ചിലെ മുതൽ ഞാനും എന്റെ അനുഭവത്തിൽ വീടുകളെ കാണുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. എന്റെ മേലെ മുഴുവനും കൂടുതലും കണ്ടേക്കാം. പറിച്ചെന്റെ മൂടിയൊക്കെ പിടിച്ചു.
ആരും ഇതുവരെ കണ്ടെത്തിയിട്ടൊന്നുമില്ല. എല്ലാം കണ്ടിട്ട് വേണ്ടിട്ട് ചെയ്തതാണ് ഇവര്. കണ്ടല്ലോ, ഞങ്ങളുടെ വീഡിയോകൾ കണ്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നൊന്നും ആരും വിചാരിക്കരുത്. അതെല്ലാം വെറും കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണെന്നാണ് മറിയ അവസാനം പറഞ്ഞത്. ചെറുപ്പം തൊട്ടേ ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. എന്താപ്പ കഥ അല്ലേ? ആ കുട്ടി ആകെ കടിച്ചു പറിച്ചു വെച്ചേക്കുന്നു. ബിൻസി എന്താണ്, ഡ്രാക്കുളയാണോ? അല്ലെ, സിബ്ലിങ്സ് ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അടിയും വഴക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികം. പക്ഷെ ഇതൊക്കെ ഒരു പ്രായം വരെയല്ലേ ഉണ്ടാവത്തുള്ളൂ. ആ പ്രായം കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആരും ഇമാതിരി പരിപാടിക്കൊന്നും പോകൂല. ബിൻസിക്ക് 30 വയസ്സായി, അനിയത്തി ആണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു. ഇത്രയും പ്രായമുള്ള ഒരാൾ വന്നിട്ട് എന്നെ ഇടിച്ച് കടിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇപ്പൊ അവസ്ഥ? ഇത് മാത്രമല്ല, ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തന്നെയാണ്, ഞാൻ എല്ലാം സഹിച്ചുകൊണ്ടാണ് ഇത്രയും കാലം ഇവിടെ ജീവിച്ചതെന്നൊക്കെ ബിൻസിയുടെ അനിയത്തി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിൻസിക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റീൽസിലൊക്കെ അവർ രണ്ടാളും കെട്ടി മാറുന്ന കണ്ടാൽ തോന്നും രണ്ടാളും തമ്മിൽ ഒടുക്കത്തെ സ്നേഹമാണ്. അനിയത്തിയെ ഭീഷണിപ്പെടുത്തിയാണ് റീൽസ് എല്ലാം എടുക്കുന്നതെന്ന് തോന്നുന്നു. ദൈവത്തിനറിയാം. എന്തായാലും ഈ വീഡിയോ ഇവർ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ആക്കിയിരുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നാലും കുറെ പേരൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നലെ രാത്രി ഒരു വെറുപ്പിക്കൽ വീഡിയോ ആയിട്ട് ബിൻസി വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം. എനിക്ക് സങ്കടം വന്നു, പാവമുണ്ട്. എല്ലാ നെയ്മർ കരയുന്ന റീലായിരിക്കുമായിരുന്നു. ബ്രസീൽ ഫാൻസ് ഇങ്ങനെ ഇരുന്ന് കരയോ? ഇവത്തിന് 3 തൊട്ട് പനി തുടങ്ങിയ കരച്ചിലാണ്, ഇതുവരെ നിർത്തിയിട്ടില്ല മോളെ. ഓക്കെ, നെയ്മർ പോയി, ഇനി വെള്ളവിലില്ല. വലിയ രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു. നെയ്മർ പോകാൻ പറഞ്ഞു, നെയ്മറിന്റെ ആളായിരുന്നു. മരിച്ച വീട്ടിൽ കുത്തിയിരിക്കുന്ന പോലെ എന്റെ ഭാര്യ ഇവിടെ കുത്തിയിരിക്കുന്നു. ഓക്കെ, എനിക്ക് സങ്കടം വരുന്നു, പാവം. എനിക്ക് ശരിക്കും സങ്കടം വന്നു. ചെറുക്കന്റെ കരച്ചിലോട്ടോ പോയി ചെറുക്കൻ. അച്ചോടി ചിഞ്ചുട് മോളെ, നെയ്മർ പോയപ്പോ സങ്കടം വന്നു, പാവുണ്ട് കുട്ടി. എല്ലാരും വിശ്വസിച്ചിട്ടോ. ഇനി അങ്ങോട്ട് കരച്ചില് നിർത്തിയാട്ടെ. എന്താലേ, ആ കുട്ടീനെ അടിച്ച് പിപ്പിലാക്കിയിട്ട് ഇപ്പൊ പറയാണ് നെയ്മർ പോയിട്ടാണ് കരഞ്ഞത് പോലും. നെയ്മർ ഒക്കെ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പെണ്ണുമ്പിള്ളേ, ഇപ്പോഴാണ് അനിയത്തി അതോർത്ത് കരയുന്നത്. വെളുപ്പിക്കൽ നാടകം ഇറക്കുമ്പോ കുറച്ച് ലോജിക്കുള്ളത് ഇറക്കിക്കൂടെ? പല റീൽസിലും ഇവര് സംസാരിക്കുന്ന കണ്ടില്ലേ, നല്ല ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബിൻസിയുടെ സംസാരം കേട്ടാൽ ആ ആർട്ടിഫിഷ്യാലിറ്റി പെട്ടെന്ന് മനസ്സിലാകും. എന്തായാലും വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ വീഡിയോ കണ്ടതും ആൾക്കാർക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇതിനിടയിൽ ബിൻസിയുടെ കല്യാണക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള 1-2 വീഡിയോകൾ വൈറലായിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കണ്ടോക്കാം. എനിക്ക് 27 വയസ്സാണുള്ളത്. അപ്പൊ ഒരു 10-30 വയസ്സുള്ള ഒരു ചേട്ടനെ കിട്ടിയാൽ സന്തോഷം. ഇനി ഏതൊന്നും എനിക്ക് പ്രശ്നമല്ല, ജോലിയൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ പൊന്നോലെ നോക്കിക്കോളാം. ജോലിക്ക് പോകാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ ചെലവിന് തരും. പക്ഷെ എന്നെ സ്നേഹിക്കണം, കെയർ തരണം. ഒരു മാസം എത്ര രൂപ പാർട്ട്ണർക്ക് വേണ്ടി ചെലവാകും? ചെക്കന് ഒരു 19,000 രൂപ കൊടുത്തേക്കാം, ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചെറുക്കിന് കൊടുക്കുന്നുണ്ട്, അത് വെച്ച് അവൻ ജീവിച്ചോളും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് ജോലി ചെയ്ത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ എന്തിനാണ് ബോയ്ഫ്രണ്ട്, എന്താ ആവശ്യം? ബോയ്ഫ്രണ്ടിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ കൂടെ കറങ്ങാൻ വരണം, ഗർവ് ഓടിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇതുപോലെ ഇത് കണ്ടു, ഇതുപോലെ ഞാൻ ഇങ്ങനെ ജ്യൂസ് കുടിക്കുമ്പോ ഇങ്ങനെ 2 സ്ട്രോ ഇട്ട് കുടിക്കണം. അങ്ങനെ പിന്നെ വാരിത്തരണം. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ, എന്റെ പേര് കിങ്ങിണി, അപ്പൊ കിങ്ങിണി വാ. പിന്നെ ഇടയ്ക്കിടെ എനിക്ക് കടിക്കാനും മാന്താനൊക്കെ തോന്നും, അതിനൊക്കെ നിന്ന് തരികയും വേണം. ഇടിച്ച് മോന്ത് പൊളിച്ചാലും കാര്യരുത്, എല്ലാം സഹിച്ച് ചിരിച്ചു നിൽക്കണം. ചിലപ്പോ വായി തോന്നി തീറി ഞാൻ വിളിക്കും. അതൊക്കെ എളിച്ചോണ്ട് കേട്ട് ഒരു മൂലക്കല് വാരും ചുരുട്ടി മിണ്ടാതിരിക്കുന്ന ഒരു അടിമയായിട്ടുള്ള ഭർത്താവിനെ കിട്ടിയാൽ നമ്മൾ ഹാപ്പിയായി, അല്ല ബിൻസി? ഹോ, എന്തായാലും ഭാവി ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സങ്കല്പങ്ങളുള്ള ഒരു പെണ്ണിനെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. ഇതൊക്കെ വെറുതെ അടിച്ചു വിടുന്നതാണോ അത് ശരിക്കും ഉള്ളതാണോ എന്നുള്ളത് ആർക്കറിയാം. ബിൻസി ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റൂല. ഇനി ബിൻസിയുടെ കല്യാണ കാര്യത്തെ കുറിച്ച് ബിൻസിയുടെ ചാച്ചൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അതുകൊണ്ട് കണ്ട ശേഷം നിർത്താം. ഇവർ ഇതുവരെ എന്റെ അടുത്ത് കെട്ടാൻ പറഞ്ഞിട്ടില്ല, പറയുന്നില്ല. അപ്പനും കല്യാണം കഴിക്കണ ഒരു കുഞ്ഞിക്കാലി കാണണം. അല്ല, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ഒരു സമയമുണ്ട്. അത് അയാൾക്ക് വിട്ടു. പിന്നെ ഇവർക്ക് കുഞ്ഞിക്കാലി കാണുന്നെങ്കിൽ ഇവര് ട്രൈ ചെയ്യട്ടെ. എന്റെ അപ്പൻ 18-ാമത്തെ വയസ്സിൽ കെട്ടിയതാ. അമ്മ അല്ല, എന്റെ അപ്പൻ 20-ാമത്തെ വയസ്സിലും അമ്മ 18-ാമത്തെ വയസ്സിലും. അപ്പൊ ഇവര് ഭയങ്കര നേരത്തെ കല്യാണം കഴിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങളെ താമസിപ്പിക്കുന്നത്. അല്ലേ? അല്ല, ബിൻസി എന്തെങ്കിലും ചീത്ത പറഞ്ഞാലോ വെച്ചിട്ടാണ് ബിൻസിയുടെ അടുത്ത് കല്യാണ കാര്യം പറയാത്തത്? അതല്ല, ബിൻസിക്ക് ഞങ്ങൾ ബിൻസിനെ മാത്രമല്ല, മരിയ നിങ്ങൾക്ക് അറിയാലോ, 2 പേര് 2 മക്കളാ. അവരുടെ എല്ലാ കാര്യത്തിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിലും ഞങ്ങൾ സപ്പോർട്ടുമാണ്. നമ്മൾ ഒന്നിനും നിർബന്ധിക്കത്തില്ല. അതെല്ലാ പഠനത്തിനായാലും വിവാഹത്തിനായാലും അവര് തെരഞ്ഞെടുക്കുന്ന പ്രൊഫഷനായാലും ഒന്നും ഞങ്ങള് നിർബന്ധിക്കത്തില്ല. പെൺകുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് ഞങ്ങളത്. അല്ലേ? ഓക്കെ. അല്ല, അതിലും നമ്മള് അതിന്റെ അകത്ത് നമ്മള് സന്തോഷമായിരിക്കും. അതാണ് എന്താണെങ്കിലും അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾ എതിര് നിൽക്കുന്നു. ജാതി മതം ഒന്നുമില്ല. അയാളെ തെരഞ്ഞെടുക്കുന്ന ആളെ ഞങ്ങളത് അംഗീകരിക്കും. അപ്പൊ എങ്ങനെ വേണം? അല്ല, ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മള് വേണോ? വീട്ടിലോട്ട് വരില്ല, ചെലവും ചോദിച്ചോണ്ട് കഞ്ഞി കുടിച്ച് പോകാനുള്ള എന്തെങ്കിലുമൊക്കെ ജോലി മതി, അല്ലേ? എല്ലാത്തിനുള്ള ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോക്കുന്നില്ലടാ, ഞാൻ 30 വയസ്സ് കഴിഞ്ഞിട്ടേ ആലോചിക്കുന്നുള്ളൂ കല്യാണത്തെ കുറിച്ച്. ഇപ്പൊ 26.
അത് കഴിഞ്ഞിട്ടേ ചിന്തിക്കുന്ന പോലും ഉള്ളൂ. ഒരു ദിവസം എത്ര പ്രപ്പോസൽ വരും? അങ്ങനെ പ്രപ്പോസൽസ് പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് എനിക്ക് പ്രപ്പോസൽസ് ഒന്നും വരാറൊന്നുമില്ല. ചിലപ്പോ നമ്മുടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും വരാറില്ല. ഇല്ല, ഇൻസ്റ്റയിൽ കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട് കല്യാണം കഴിക്കണം. ഇപ്പൊ അമ്മയുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നു, എനിക്ക് മോളെ കെട്ടിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് ഒരു ബ്രോ ദുബായിൽ നിന്നോ. അപ്പൊ അമ്മ പറഞ്ഞു എനിക്കൊരു കൊള്ളാൻ പയ്യെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു മോനെ ശരിക്കും അവളെ നിനക്ക് അറിയാത്തോണ്ടാണ് നീ പ്രപ്പോസൽ ആയിട്ട് വന്നേന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, എല്ലാം ഫണ്ണായിട്ട് എടുക്കത്തുള്ളൂ. പിന്നെ അതെ, ബിൻസിക്ക് പിന്നെ എല്ലാം ഫണ്ണാണ്. അനിയത്തിയുടെ മൂക്കിടിച്ച് വരുത്തുക, അവൾ കരയുന്നത് പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി ഉച്ചത്തിൽ പാട്ടിട്ട് ആസ്വദിക്കുക. നെയ്മർ പുറത്തു പോയതുകൊണ്ടാണ് അനിയത്തി കരഞ്ഞതെന്നും പറഞ്ഞ് വീഡിയോ ഇടുക. എല്ലാം ഒടുക്കത്തെ ഫണ്ണ് തന്നെ. എന്തായാലും ബിൻസിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. യുവാക്കളെ നിങ്ങൾ നോക്കി വെച്ചോളി, ഒരു വാക്കൻസി ഉണ്ട്. ബിൻസിക്ക് അങ്ങനെ വലിയ മോഹങ്ങളൊന്നും ഇല്ല. നേരത്തെ കേട്ടില്ലേ, ഒരു അടിമയായിട്ട് ചെന്ന് കൊടുത്താൽ മാത്രം മതി, അവൾ നിങ്ങളെ പൊന്നു പോലെ നോക്കിക്കോളൂ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.